ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. മീഡിയക്കാരെല്ലാവരും വളഞ്ഞ് ആഭ്യന്തരമന്ത്രിയെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുവാണ്. അദ്ദേഹം അതിനുള്ള മറുപടി പറയുമ്പോൾ അവർ പറയുന്ന സാറ് പറയുന്ന പരിഹാസമായിട്ടേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. എങ്കിൽ സന്തോഷം. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? എനിക്കപ്പോഴെന്തും പറയാലോ. പറയാം സാറേ. സാർ എന്തു പറയുന്നോ അതുപോലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതൊക്കെ എനിക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം. മുഹൂർത്തം തെറ്റിപ്പോയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ അത് പറയും ഞാൻ മൂത്രം തെറിപ്പിച്ചെന്ന്. മന്ത്രി പ്രതാപ് വർമ്മ സാറിൻ്റെ മകളെ സാറാണ് കോടതിയിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾ കേട്ടു. അത് കേട്ടിട്ട് മന്ത്രി പറയാം, അതിനെന്താ, ഒരു സഹപ്രവർത്തകൻ്റെ മകളെ എനിക്ക് കോടതി വരെ എത്തിച്ചുകൂടെ? ഞാനും പ്രതാപ വർമ്മയും ഒരേ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരാണ്. വ്യക്തിപരമായി നല്ല അടുപ്പത്തിലുമാ. അപ്പോൾ മന്ത്രി പ്രതാപ വർമ്മയാണോ? തോക്കിൽ കയറി വെടിവെക്കാതുള്ളൂ. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞ് തീരട്ടെ, എന്നിട്ട് ബാക്കി കാര്യം ചോദിച്ചാൽ പോരെ? മന്ത്രിയും വിട്ടുകൊടുക്കാൻ പ്ലാനില്ല. മന്ത്രി പറയാം, എന്തായാലും രണ്ടും കൽപ്പിച്ചാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകും. മകളുടെ കാര്യം കേട്ടിട്ടാകാം മന്ത്രി പ്രതാപ് വർമ്മ സുഖമില്ലാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സുഹൃത്തെന്ന പേരിൽ എൻ്റെ ധാർമ്മിക അവകാശമാണ്. കൊലക്കുറ്റം ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പ്രതിയുടെ കാര്യത്തിൽ അവരെ സംരക്ഷിക്കപ്പെടുന്നത് ഉത്തരവാദപ്പെട്ട ഒരു ഭരണാധികാരിക്ക് ചേരുന്നതാണോ? ഒരു മീഡിയക്കാരൻ അങ്ങനെ ചോദിച്ചത് കേട്ട് മന്ത്രിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഋതിക കുറ്റക്കാരിയാണെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഋതിക അയാളെ കൊല്ലുന്നത് താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. പക്ഷേ ഋതിക ജഗന്നാഥനെ കൊന്നതുകൊണ്ടാണല്ലോ ഗണ്ണിലെ സ്മെല്ല് മനസ്സിലാക്കി പോലീസ് നായി പിടികൂടിയത്. ആ പട്ടിയെ മനഃപൂർവ്വം കൈക്കൂലി മേടിച്ചിട്ടേ ഋതികയെ പിടികൂടിയതൊന്നും അല്ലല്ലോ. അത് ശരിയാ, പട്ടി കൈക്കൂലി ഒന്നും മേടിക്കില്ല. പക്ഷേ പട്ടിയെ കൊണ്ടു നടക്കുന്നവർക്ക് കൈക്കൂലി എന്താ, പുളിക്കുവോ? അപ്പോൾ മറ്റൊരു റിപ്പോർട്ടറുടെ സംശയം, അപ്പോൾ ഋതിക കുറ്റം ചെയ്തിട്ടില്ലെന്നാണോ സാറ് പറയുന്നത്? ഋതിക വെറും കുറ്റാരോപിത മാത്രമാണ്. ആർക്കും ആരുടെ പേരിലും കുറ്റം ആരോപിക്കാം. ഇന്ന് ഋതികയിൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അത് ബഹുമാനപ്പെട്ട കോടതിയിൽ തെളിയിക്കപ്പെടണം. അതിനുശേഷം പറയാം ഋതിക കുറ്റക്കാരിയാണോ അല്ലയോ എന്ന്. മീഡിയക്കാരെ വിടാൻ ഒരു പ്ലാനുമില്ല. അതിലൊരുത്തൻ വീണ്ടും ചോദിക്കുക, മന്ത്രി പ്രതാപ് വർമ്മ സാറിൻ്റെ മകളെ ലോക്കപ്പിൽ കിടത്താതിരിക്കാൻ മന്ത്രി അസുഖം നടിച്ച് ഹോസ്പിറ്റലിൽ കയറി. അങ്ങനെ മകളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിൻ്റെ സൂത്രധാരൻ സാറാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് റൂമറല്ല, സത്യമാണെന്ന് തെളിയിക്കുന്നതല്ലേ അങ്ങയുടെ പ്രവൃത്തി? അയാളുടെ ആ ചോദ്യം കേട്ടപ്പോൾ മന്ത്രി ചോദിക്കുക, എന്താ തൻ്റെ ചാനലിൻ്റെ പേര്? അത് ഇന്ദിര TV. അതെന്തായാലും കൊള്ളാം. സാംസ്കാരിക കേരളത്തിൽ ഇങ്ങനെ കുറെ ചാനലുകൾ, കുറെ പത്രക്കാരുമുണ്ട്. സംസ്കാരശൂന്യരായ തനിക്കൊക്കെ മറുപടി തരാനേ എനിക്കിപ്പം മനസ്സില്ല. അത് കേട്ടിട്ട് ഒരുത്തൻ ചൂടായിട്ട് മീഡിയക്കാരോട് വെല്ലുവിളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ആഹാ, വെല്ലുവിളിച്ചാൽ താൻ എന്തു ചെയ്യും? എടോ, ഒത്തിരി വെയിൽ കൊണ്ടും എതിരെ വന്ന കരുത്ത മതിലുകളെയും തകർത്ത് എന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നവോത്ഥാന കേരളം പടുത്തുയർത്തിയത്. അതുകൊണ്ട് താനേ ഈ വെടിക്കെട്ടും കൊണ്ടേ ഈ പൊൻകുന്നം സദാശിവന്റെ നേരെ വരല്ലേ. കളി ഞാൻ പഠിപ്പിക്കുവേ. ഇനി നിനക്ക് എന്താ അറിയേണ്ടത്? നീ ചോദിക്ക്, അതിനുള്ള മറുപടി ഞാൻ പറയുകയും ചെയ്യും. ഇതെല്ലാം പത്മാവതി ആ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പത്മാവതി എന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ രാജുവും ഋതികയും ആ ഐസിയുവിനകത്തുനിന്ന് പുറത്തോട്ട് വരുവാണ്. പത്മാവതി അവിടെ നിൽക്കുന്നത് രാജു കണ്ടിട്ട് അയ്യോ അമ്മ എന്നിങ്ങനെ ഋതികയോട് പറയുക. പത്മാവതി സങ്കടത്തോടെ ഋതികയും രാജുവിനെയും നോക്കുന്നുണ്ട്. ഋതിക കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അമ്മേന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുവാണ്. പത്മയാണെങ്കിൽ സങ്കടം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ഋതികയെ സമാധാനപ്പെടുത്താൻ നോക്കുവാണ്. എൻ്റെ മോള് കരയരുത്, എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ ചതിയൊരുക്കിയാലും അതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുമല്ലേ മോളെ. ഒന്നും സംഭവിക്കില്ല. എൻ്റെ മോള് സമാധാനമായിട്ട് കോടതിയിലോട്ട് പോകും. മോളെ കോടതി വെറുതെ വിടും. നമ്മളെല്ലാവരും ചേർന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. ആ വിളി എന്തുവായാലും ദൈവം കേൾക്കും. എൻ്റെ മോള് ധൈര്യമായിട്ട് ചെല്ല് എന്നിങ്ങനെ പറഞ്ഞിട്ട് പത്മാവതി ക്ഷേത്രത്തിൽ പോയി പൂജിച്ചുകൊണ്ട് വന്ന ചരട് ഋതികയുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുവാണ്. മോളെ, ഇത് ഞാൻ അമ്പലത്തിൽ നിന്നും പൂജിച്ചുകൊണ്ട് വന്ന ചരടാ, ദൈവം ഒന്നും വരുത്തില്ല മോളെ. അപ്പോൾ രാജു പറയുന്നുണ്ട്, ഋതു മിനിസ്റ്ററോടെ കാത്തു നിൽക്കുക, നമുക്ക് പോകണ്ടേ, ചെല്ലുമോളെ, മോൾ പോയിട്ട് വാ എന്ന് പറഞ്ഞ് പത്മാവതി അവിടെ നിൽക്കുവാണ്. രാജുവും ഋതികയും നടന്നു പോകുന്നത് നോക്കി നിന്ന് പത്മാവതി സങ്കടത്തോടെ 2 കൈയും കൂപ്പി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഋതികയും രാജുവും അങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടോണ്ട് ഉള്ള മീഡിയക്കാരെല്ലാം മയക്കും പൊക്കി പിടിച്ചോണ്ട് ഓടിച്ചെല്ലുവാണ്. മേഡം കുറ്റം ചെയ്തിട്ടുണ്ടോ? മേഡത്തിന് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? രാജു ആണെങ്കിൽ അവരെയൊക്കെ ഇങ്ങനെ തടുത്തു മാറ്റുവാണ്. അനന്തംപിള്ളിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ കുറേ റിപ്പോർട്ടർമാർ അവിടെ ഉണ്ട്. അവർ വെറുതെ വിടില്ലല്ലോ ഋതികയെ. അവരിങ്ങനെ ഓരോന്നും ചോദിക്കുക, ജഗന്നാഥനെ കൊല്ലാനുള്ള കാരണം എന്താണ് മേഡം?
ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ മേഡം എന്നിങ്ങനെ ഓരോരുത്തരും ചോദ്യമാണ്. അപ്പം മന്ത്രി അങ്ങോട്ട് ചെന്നിട്ട് മാറ് എല്ലാവരും അങ്ങോട്ട് മാറി നിന്നേ, അവരെ ഇങ്ങനെ മാറ് എന്ന് പറഞ്ഞിട്ട് ഋതികയുടെ അടുത്തോട്ട് ചെന്നിട്ട് പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറി എന്നും പറഞ്ഞ് മന്ത്രി അവരെയും കൊണ്ട് പോവുകയാണ്. റിപ്പോർട്ടർമാരെല്ലാം കിടന്ന് ബഹളം വെച്ച് ഓരോന്ന് ചോദിക്കുക. മേഡം ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോകും, ഇതിൻ്റെ പിന്നിൽ എന്താണ് പലവിധ ക്വസ്റ്റ്യൻസുകളും അവരിങ്ങനെ ഉറക്കെ ചോദിക്കുക. അതൊന്നും വകവയ്ക്കാതെ മന്ത്രി അവരെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പത്മാവതി വീട്ടിൽ വന്ന് പൂജാറൂമിനകത്ത് കയറി ഭഗവാന്റെ മുന്നിൽ നിന്ന് ചങ്കുരുക്കി പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, എൻ്റെ കുഞ്ഞ് നിരപരാധിയാണെന്ന് അങ്ങയ്ക്കറിയാവല്ലോ. കോടതിയിൽ നിന്നും ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ മോൾക്ക് ഇറങ്ങിപ്പോരാൻ കഴിയണേ. മറ്റുള്ളവരുടെ ചതിയിൽ വീഴാതെ ഭഗവാനെ അവിടുന്ന് അവളെ രക്ഷിക്കണേ, അവളെ കാത്തോളണേ ദൈവമേ എന്നിങ്ങനെ കരളുരുകി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്. ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ മകളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പത്മാവതി ഭഗവാനോട് കരളുരുകി പ്രാർത്ഥിക്കുവാണ്. ഈ സമയം മന്ത്രിയുടെ കാറ് കോടതി വളപ്പിൽ എത്തിക്കഴിഞ്ഞു. അവിടെയും ഋതികയെ വെറുതെ വിടാൻ പ്ലാനില്ല. റിപ്പോർട്ടർമാരുടെ ഒരു നിര തന്നെ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. മന്ത്രി പറയുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങിക്കോ മക്കളെ, ഞാൻ എന്തായാലും കോടതിക്കകത്തോട്ട് വരുന്നില്ല. ഇനി അത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും പറഞ്ഞ് ദാണ്ടാ നിൽക്കുന്നവന്മാരെല്ലാം അവിടെ കിടന്ന് ബഹളം വെക്കും. മോള് ധൈര്യമായിട്ട് പോയിക്കോ, എന്ത് വന്നാലും ഞങ്ങളെല്ലാം മോടെ കൂടെ തന്നെയുണ്ട്. തെറ്റ് ചെയ്യാത്തവരാരെയും പേടിക്കേണ്ട കാര്യമില്ല, മോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ചെല്ല്. അപ്പോൾ രാജു കാറിൽ നിന്നിറങ്ങി പെട്ടെന്ന് ചെന്ന് ഋതികയ്ക്ക് ഇങ്ങനെ ഡോറ് തുറന്നു കൊടുക്കുവാണ്. ഋതികയെ കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ റിപ്പോർട്ടർമാരിങ്ങനെ വളയുവാണ്. മേഡം ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? മേഡത്തിനെ വെറുതെ വിടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പലവിധ ചോദ്യങ്ങൾ കൊണ്ട് അവരെല്ലാവരും ഋതികയെ ഇങ്ങനെ വളയുവാണ്. രാജുവാണെങ്കിൽ വളരെ പാടുപെടുവാണ് ഋതികയെ അവരിൽ നിന്നൊന്ന് മോചിപ്പിക്കാൻ വേണ്ടി. മേഡം ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയ കള്ളക്കേസാണെന്നാണോ മേഡം പറയുന്നത്? അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും ഋതിക ഉത്തരം പറയുന്നില്ല. അവരും മേഡം എന്നും പറഞ്ഞ് ഋതികയുടെ പുറകെ ഇങ്ങനെ ഓടി വരുവാണ്. അങ്ങനെ വല്ലച്ചതിലും 2 പോലീസുകാരികൾ അവരിൽ നിന്നും ഋതികയെ രക്ഷിച്ച് കോടതിക്കകത്തോട്ട് കൊണ്ടുപോവാണ്. ഇനി ന്യായവും അന്യായവും തമ്മിലുള്ള പോർവിളിയാണ്. ആരൊക്കെ എത്രയൊക്കെ കൈക്കൂലി വാങ്ങിയോ എന്നുള്ളതിൻ്റെതാണ് ഇനി അവിടെ തെളിയാൻ പോകുന്നത്. അങ്ങനെ കോടതിക്കകത്തോട്ട് ജഡ്ജി വരുന്നുണ്ട്. എല്ലാവരും ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഋതികയുടെ പേരും പറഞ്ഞ് ഋതികയുടെ കേസൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുവാണ്. CC 851/2026 ഋതിക വർമ്മ. അങ്ങനെ ഋതികയെ ആ കൂട്ടിനകത്തോട്ട് കയറുന്നുണ്ട്. ആ കൂട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അംബിക ഇങ്ങനെ നോക്കി മനസ്സുകൊണ്ട് സന്തോഷിക്കുവാണ്. രാജു ഋതികയെ നോക്കി സങ്കടത്തോടെ നിൽക്കുന്നു. ഋതികയും അതുപോലെ സങ്കടത്തോടെ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുവാണ്. ജഡ്ജി അപ്പോൾ ആ സർക്കിൾ ഇൻസ്പെക്ടറോട് ചോദിക്കുന്നു, എപ്പോഴാണ് ഋതികയെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുവാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കാണ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ ആ ഇൻസ്പെക്ടറും പറയുവാണ്. റിമാൻഡ് റിപ്പോർട്ടൊക്കെ സമർപ്പിക്കാൻ CAയോട് പറയുന്നുണ്ട് ജഡ്ജി. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. അണ്ടർ സെക്ഷൻ 302 IPC. ജഡ്ജി ഉടനെ ഋതികയെ നോക്കിയിട്ട് ചോദിക്കുന്നു, ഇതിൽ പറയുന്ന കുറ്റം നിങ്ങൾ ചെയ്തതാണോ? ഋതിക കരഞ്ഞോണ്ട് പറയുന്നു, ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അംബികയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ഋതികയെ ആ കൂട്ടിൽ കയറ്റാനായിരുന്നല്ലോ അവിടെയുള്ള പ്ലാൻ തന്നെ. ജഡ്ജി അപ്പോൾ എതിർഭാഗം വക്കീലിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വക്കീൽ എഴുന്നേറ്റ് യുവർ ഓണർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പ്രതി വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ട് തന്നെ കരുതിക്കുട്ടി ജഗന്നാഥനെ കൊന്നതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പ്രതി ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഗണ്ണും പ്രതി ഉപയോഗിച്ചിരുന്ന കർച്ചീഫും അതെല്ലാം സംഭവ സ്ഥലത്തിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വക്കീല് പറയുന്നത് കേട്ടിട്ട് ജഡ്ജി എന്തൊക്കെയോ ആ ഫയലിൽ കുറിക്കുന്നുണ്ട്. അത് മാത്രമല്ല യുവർ ഓണർ, പ്രതി ഉപയോഗിച്ചിരുന്ന ഗണ്ണ് സ്മെല്ല് നോക്കിയിട്ടാണ് റോക്കി എന്ന പോലീസ് നായി ഈ പ്രതിയെ ഹോസ്പിറ്റലിൽ നിന്നും പിടികൂടിയത്. ജഡ്ജി നീട്ടി വരച്ച് കുറിച്ചെന്തൊക്കെയോ എഴുതുന്നു. അപ്പോൾ ഋതികയുടെ വക്കീൽ അങ്ങോട്ട് എഴുന്നേറ്റിട്ട്, ഒബ്ജക്ഷൻ യുവർ ഓണർ, എൻ്റെ കക്ഷിയായ ഋതിക തികച്ചും നിരപരാധിയാണ്. ഇതാരോ കരുതിക്കൂട്ടി എൻ്റെ കക്ഷിയെ ചതിയിൽപ്പെടുത്തിയതാണ്. എതിർഭാഗം വക്കീൽ ഉടനെ പറയുന്നു, യുവർ ഓണർ, എനിക്ക് പ്രതിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള പെർമിഷൻ തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. യു മേ പ്രൊസീഡ് എന്ന് അങ്ങനെ ജഡ്ജിയും പറയുന്നുണ്ട്. അങ്ങനെ ജഡ്ജിക്ക് താങ്ക്സും ഒക്കെ പറഞ്ഞ് എതിർഭാഗം വക്കീൽ ഋതികയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. സംഭവ സ്ഥലത്ത് ഋതിക എന്തിനായിരുന്നു പോയിരുന്നത്? അത് ഞാൻ ജഗനങ്കിളിനെ കാണാൻ. ഋതിക ഒറ്റയ്ക്കായിരുന്നോ പോയത്, അതോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? അപ്പോൾ ഋതിക പറയുന്നു, ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡായ രാജുവും എൻ്റെ അമ്മ പത്മാവതിയും. അത് കേട്ടപാടെ കേൾക്കാത്ത പാതി നമ്മുടെ ജഡ്ജി പെട്ടെന്ന് എഴുതി വെക്കുന്നുണ്ട്. ഋതിക ഈ ഇരുവരെയും കൂട്ടി കൊല്ലപ്പെട്ട ജഗന്നാഥൻ്റെ അടുത്തോട്ട് പോയതിൻ്റെ റീസൺ എന്താണ്?
അതെനിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് വിവരങ്ങൾ? അതെന്താണെന്ന് നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഋതിക പറയുവാണ്, ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അതെൻ്റെ അച്ഛനെ കാണിക്കാൻ വേണ്ടിയാണ് പോയത്. അതെന്ത് വീഡിയോ എന്നിങ്ങനെ വക്കീൽ ചോദിക്കുമ്പോൾ ഋതിക അംബികയെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, എൻ്റെ അച്ഛനെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മിനിസ്റ്റർ പ്രതാപ വർമ്മയുടെ മകളല്ലെന്ന്. ആ തെറ്റിദ്ധാരണ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയത്. അനന്തംപിള്ളയുടെയും അംബികയുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ വക്കീലല്ലേ, അയാൾക്കത് കിട്ടുമ്പോഴെങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഋതിക പ്രതാപ വർമ്മയുടെ മകളാണെന്ന് അദ്ദേഹത്തിന് പോലും ഉറപ്പില്ലേ എന്നാണ് വക്കീലിൻ്റെ ചോദ്യം. വക്കീലിൻ്റെ ആ ചോദ്യം കേട്ട് അനന്തംപിള്ളയുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ പൈസ വാങ്ങിയ CIക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. അവിടെ കൂടിയിരിക്കുന്ന അവൻ്റെ കുറേ സിംഗടികളും എല്ലാവരും ഇങ്ങനെ ചിരിക്കുവാണ്. ആ ചിരി കേട്ടിട്ട് ജഡ്ജി ഓർഡർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഋതികയുടെ വക്കീൽ ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷേ ജഡ്ജി അയാളെ പറയാൻ സമ്മതിക്കുന്നില്ല. എതിർഭാഗം വക്കീൽ അപ്പോൾ ഋതികയോട് ചോദിക്കുന്നത്, ജഗന്നാഥനെ കൊല്ലാൻ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ആ ഗണ്ണേ ലൈസൻസ് ഉള്ളതാണോ? ഋതിക ദേഷ്യവും സങ്കടത്തോടെയും പറയുന്നു, ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഗണ്ണിന് ലൈസൻസ് ഉണ്ടോ എന്ന് മാത്രമാണ്. അയ്യോ, അത് എൻ്റെ ഗണ്ണല്ല. നിങ്ങളുടെ ഗണ്ണല്ലെങ്കിൽ പിന്നെ അത് ആരുടെ ഗണ്ണാ? അതെൻ്റെ അമ്മായി അംബിക വർമ്മയുടെ ഗണ്ണാണ്. അത് കേട്ട് അംബിക ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിന് അംബിക വർമ്മ നിങ്ങൾക്ക് തന്നതാണോ ആ ഗണ്ണ്? അല്ല, അവർ രഹസ്യമായിട്ട് എൻ്റെ ബാഗിൽ വെച്ചതാണത്. അപ്പോൾ ഋതികയുടെ വക്കീൽ എഴുന്നേറ്റിട്ട് പറയുന്നു, ശ്രീമതി അംബിക വർമ്മ ഈ കോടതിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് അവരെ ചോദ്യം ചെയ്യാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട കോടതി തരണം എന്ന് പറയുവാണ്. യെസ്, യു മേ പ്രൊസീഡ് എന്നൊരു അനുവാദം കൊടുക്കുന്നുണ്ട് ജഡ്ജി. അങ്ങനെ അംബികയെ ആ കൂട്ടിനകത്തോട്ട് ക്ഷണിക്കുന്നുണ്ട്. അംബിക കൂട്ടിനകത്തോട്ട് കയറി കൈ തൊഴുത് ഇങ്ങനെ നിൽക്കുവാണ്. ഋതികയുടെ വക്കീൽ അപ്പോൾ അംബികയോട് ചോദിക്കുക, എൻ്റെ കക്ഷി ഋതിക വർമ്മ അമ്മായി എന്ന് വിളിക്കുന്ന അംബിക നിങ്ങൾ തന്നെയല്ലേ? അയ്യോ അതെ, ജഗന്നാഥനെ കൊല്ലാൻ ഉപയോഗിച്ച ഗണ്ണ് നിങ്ങൾ മനഃപൂർവ്വം ഋതികയുടെ ബാഗിൽ വെച്ചതാണെന്നുള്ളത് സത്യമല്ലേ? അംബിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വക്കീൽ ചോദിക്കുന്നു, എന്താ മറുപടിയില്ലേ? മറുപടി ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട വക്കീൽ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനൊന്ന് പകച്ചു നിന്നു പോയെന്നേ ഉള്ളൂ. ആ ഗണ്ണ് എൻ്റെതല്ല. ആ ഗണ്ണ് ഞാൻ വളർത്തിയ ആ കുട്ടിയുടെ ബാഗിൽ വെക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്കാകെയുള്ളത് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ലൈസൻസ് ഉള്ള ഒരു ഗണ്ണാണ്. ആ ഗണ്ണും ബുള്ളറ്റ്സും ഒക്കെ ഞാൻ എൻ്റെ വീട്ടിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെതായ എല്ലാ രേഖകളും ഞാൻ ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യാം. ആട്ടിൻതോലാണ് ഞാൻ ചെന്നായി ആ കള്ളി അംബിക ഒരു അഭിനയോടെ നടത്തുവാണ്. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ഒരപേക്ഷയേ ഉള്ളൂ. അത് കേട്ടപാടെ കേൾക്കാത്ത പാടി ജഡ്ജി പറയൂ എന്ന് പറയുമ്പോൾ അംബിക പറയുക, എൻ്റെ വളർത്തുമകളായ ഋതിക പാവം കുട്ടിയ, അവൾക്ക് അവളുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളേ അല്ല. അതുകൊണ്ട് അവളെ വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുക. അത്രയും അങ്ങോട്ട് തകർത്ത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട്, അംബിക വർമ്മയ്ക്ക് പോകാം. വക്കീൽ എന്നിട്ട് ജഡ്ജിനോട് പറയുന്നുണ്ട്, ഇത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണ്. അതുകൊണ്ട് ഈ പ്രതിയെ ജുഡീഷ്യൽ കോർട്ടിലോട്ട് വിടണമെന്നൊക്കെ പറയുവാണ്. സാഹചര്യ തെളിവുകളെല്ലാം ഋതിക വർമ്മയ്ക്കെതിരാണ്. ഫിംഗർ പ്രിന്റ്, പോലീസ് ഡോഗ്, പ്രതിയെ കണ്ടുപിടിച്ച രീതി തുടങ്ങിയ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഋതിക വർമ്മയ്ക്ക് മാക്സിമം ശിക്ഷ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. അച്ഛൻ്റെ അധികാരം, സൂര്യമംഗലത്തെ രാജകുമാരിയാണെന്ന ഭാവം, ഇതൊക്കെ കൊണ്ട് അഹങ്കരിച്ച ഋതിക വർമ്മയ്ക്ക് കിട്ടുന്ന ശിക്ഷ മറ്റുള്ളവർക്കൊരു മാതൃകയാകണം. ഋതിക അപ്പോൾ കോടതിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കണം? ഞാൻ ജഗന്നാഥൻ അങ്കിളിനെ കൊന്നിട്ടില്ല. ഇതെൻ്റെ ചില ശത്രുക്കളും പോലീസുകാരും ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ്. ഡിഫൻസ് എന്നിങ്ങനെ ജഡ്ജി പറയുമ്പോൾ എസ് യുവർ ഓണർ പറഞ്ഞ ഋതികയുടെ വക്കീൽ എഴുന്നേൽക്കുന്നുണ്ട്. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ കക്ഷി ഋതികയ്ക്ക് യാതൊരുവിധ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. നിലവിലാണെങ്കിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല. ഇതൊരു ചതിയാണ്, കോൺസ്പിറൻസിയാണ്. പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്കൊരല്പം സമയം കൂടി തരണം. ഇത് അക്യൂസ് ഈസ് ഇന്നസെന്റ്. വി റിക്വസ്റ്റ് എ ബെയിൽ യുവർ ഓണർ. Considering the seriousness of the offense and the stage of investigation, bail is rejected. ജഡ്ജ് അങ്ങനെ പറഞ്ഞത് കേട്ട് ഋതിക ഇങ്ങനെ അമ്പരപ്പോടെ നെഞ്ചു പൊട്ടിയാണെന്ന് തോന്നുന്നു രാജുവിനെ നോക്കുവാണ്. രാജുവിന് ഒന്നും പറയാനാകാതെ സങ്കടത്തോടെ കണ്ണു തള്ളി ഇങ്ങനെ ഇരിക്കുവാണ്. അംബികയുടെ മുഖത്ത് 100 വോൾട്ട് ബൾബിന്റെ പ്രകാശം. ഇത് അക്യൂസ് ഇസ് റിമാൻഡഡ് ടു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഫോർ 14 days. പ്രതി എന്ന് സംശയിക്കുന്ന ഋതിക വർമ്മയെ ഈ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡിൽ വെക്കാൻ ഉത്തരവായിരിക്കുന്നു. അംബിക വർമ്മയ്ക്കും കാശ് വാങ്ങിയ CIക്കും ഭയങ്കര സന്തോഷം. എതിർഭാഗം വക്കീലിന്റെ കാര്യം പറയാനുമില്ല. ഋതികയുടെ മൊട്ട വക്കീലാണ് ഇങ്ങനെ നോക്കിയിരിക്കുക. ഈ മൊട്ട വക്കീലും ഇനി കാശ് വാങ്ങിയിട്ടാണോ നിൽക്കുന്നതെന്ന് അറിയില്ല.
അംബിക സന്തോഷത്തോടെ ഇരുന്ന് മനസ്സിൽ പറയുക, അവൾ അങ്ങനെ അകത്തായി. എൻ്റെ ദൈവമേ, നിനക്ക് നന്ദി. അങ്ങനെ ഹൃതിയെയും കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടറും 2 പോലീസുകാരികളും ഇങ്ങനെ വരുവാണ്. പുറകെ തന്നെ ഓടി വരുന്നുണ്ട് രാജു. ന്യൂസ് റിപ്പോർട്ടർമാർ ഓടി വരുവാണ് ഹൃതികയുടെ അടുത്തോട്ട്. മേഡം, കോടതിയുടെ ഈ വിധിയെക്കുറിച്ച് മേഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? മേഡം ആരെയും കൊന്നിട്ടില്ല, ഇതൊരു ചതിയാണെന്നല്ലേ പറഞ്ഞത്. എന്താ ഇപ്പോൾ മേഡത്തിനൊന്നും പറയാനില്ലേ? ഇതിന്റെ പിന്നിൽ ആരുടെയൊക്കെ കൈകളുണ്ടെന്നല്ലേ മേഡം പറയുന്നത്? അത് സത്യമാണോ മേഡം? അംബിക അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പറയുക, ഈ കാഴ്ച ഒന്ന് കാണാൻ വേണ്ടി ദൈവമേ ഞാൻ എത്ര നേർന്നെന്നറിയാവോ? എൻ്റെ ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ആണെങ്കിൽ സ്വർഗം കിട്ടിയ സന്തോഷം. അവരോടൊക്കെ പറയുന്ന മാറി ഇവളെ പിടിച്ചിട്ട് അകത്ത് കയറ്റ് എന്നെങ്കിൽ മറ്റുള്ള പോലീസുകാരികളോട് പറയുവാണ്. ഋതു എന്നും പറഞ്ഞ് രാജു ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുവാണ്. അത് കണ്ടിട്ട് ഋതിക പറയാം, വിഷമിക്കല്ലേ രാജു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എല്ലാം ദൈവത്തിൻ്റെ കളികളാ. ദൈവത്തിൻ്റെ കളികളൊന്നും അല്ല ഋതു, ദൈവത്തെ വെറുതെ വിട്ടേരെ. സർക്കിൾ ഇൻസ്പെക്ടറെ നോക്കിയിട്ട് രാജു പറയുന്നത്, ഇതൊക്കെ ചില മനുഷ്യരുടെ ചതികളാ. അത് കേട്ടിട്ട് അങ്ങേര്, എന്താടാ കോടതി വളപ്പിൽ വെച്ച് നീ ചൊറിയാൻ വരുവാന്നോടാ? കോപാഗ്നിയിൽ ജ്വലിക്കുവാണ് രാജു. തന്നെ ഞാൻ ചൊറിയുവല്ലടോ, അരിഞ്ഞു കൂട്ടി ഞാൻ. രാജു, ഒന്നും വേണ്ട രാജു, ഇത് കോടതി മുറ്റുവാ. ഋതു, നീ ധൈര്യത്തോടെ പൊയ്ക്കോ. ഇത് ചതിക്കപ്പെട്ടതാ, തൽക്കാലം നമുക്കത് ക്ഷമിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഋതുവിന് ഉറപ്പു തരുക, എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ ഋതുവിനെ ജാമ്യത്തിൽ ഇറക്കും. ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഋതിക എന്തോ ഉറച്ച വിശ്വാസത്തോടെ പറയുന്നു, എനിക്ക് ഒരു പേടിയുമില്ല രാജു. എന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറാണ് രാജു. കാരണം എന്താണെന്നോ, ഞാൻ പ്രതാപവർമ്മയുടെ മകളാണ്. പക്ഷേ എനിക്കൊരൊറ്റ ദുഃഖമേ ഉള്ളൂ രാജു, എൻ്റെ രാജു എൻ്റെ അടുത്തില്ലാത്ത ദുഃഖം. എൻ്റെ ഋതു വിഷമിക്കരുത്. ആ സബ് ജയിലിൽ ഞാൻ അധിക ദിവസം എൻ്റെ ഋതുവിനെ കിടത്തത്തില്ല. ഞാൻ എൻ്റെ ഋതുവിനെ പുറത്ത് കൊണ്ടുവന്നിരിക്കും. രാജു, അച്ഛനോടും വേണുമംഗളിനോടും രാധമ്മയോടും ഒക്കെ വിഷമിക്കരുതെന്ന് പറയണം. ഞാൻ പോയിട്ട് വരാൻ രാജു. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിച്ചതും മതിയടാ, ഇനിയേ 15 ദിവസം കഴിഞ്ഞിട്ട് സംസാരിക്കാം. രാജുവാണെ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുക. എൻ്റെ ഭാര്യ 14 ദിവസം സബ് ജയിലിൽ കിടന്നാൽ നിന്റെ 16 അടിയന്തരം ഞാൻ നടത്തുവടാ. രാജു അങ്ങനെ പറഞ്ഞതും കേട്ടപ്പോൾ ആ ഇൻസ്പെക്ടർക്ക് ദേഷ്യം സഹിക്കാൻ പിടിച്ച് കയറ്റവളെ എന്നിങ്ങനെ ദേഷ്യത്തോടെ ആ പോലീസുകാരികളോട് പറയുവാണ്. അങ്ങനെ അവർ ഋതിയെ പിടിച്ച് ജീപ്പിനകത്തോട്ട് കയറ്റുവാണ്. ഇതെല്ലാം അവിടെ ദൂരെ മാറി നിന്ന് അംബിക ഇങ്ങനെ സന്തോഷത്തോടെ കണ്ട് മതിമറന്ന് സന്തോഷിച്ച് അവളിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ആ പോലീസ് ജീപ്പ് ഋതിയെയും കൊണ്ട് പോവുകയാണ്. ഋതു എന്നും പറഞ്ഞ് കരഞ്ഞ് രാജു അവിടെ നിൽക്കുവാണ്. രാജു ആകെ തകർന്ന് ആ കോടതി വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഋതികയെ പോലീസുകാർ ജീപ്പിൽ കൊണ്ടുപോയതും രാജു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതി വരാന്തയിൽ ഇരിക്കുന്നതും കണ്ട് അംബിക ഇങ്ങനെ ആനന്ദത്തോടെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ ഈ ആനന്ദം എത്ര നേരത്തേക്ക്, എത്ര ദിവസത്തേക്ക്? അന്യായം ജയിക്കുമോ? അങ്ങനെ ജയിച്ചാലും അത് അല്പ നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. ഒരു നിരപരാധിയും ഒരു കോടതിയിലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്ത് കോടതി, എന്ത് ന്യായം? അല്ല, ഒരു പക്ഷേ ഇത് ദൈവത്തിൻ്റെ കളി തന്നെയായിരിക്കും. ഒരു പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഒരു കളി തന്നെയായിരിക്കും. പ്രതാപവർമ്മയ്ക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ ഇനി ദൈവം തന്നെ കാണിച്ചൊരു കുറുക്കു വഴിയാണെങ്കിലോ? എന്തായാലും അംബികയും കൊച്ചമ്മണിയും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള കീടങ്ങൾക്ക് വേണ്ടി നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല. ഋതിക കുറ്റവിമുക്തിയാകുമെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.